സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടതോടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ്. യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി വിമാന കമ്പനികൾ പുതിയ പരീക്ഷണങ്ങൾക്കും തയ്യാറാകുന്നു. ടിക്കറ്റ് നിരക്കിലെ വ്യത്യാസങ്ങൾക്കുപരിയായി വിമാനത്തിനകത്ത് പ്രദാനം ചെയ്യുന്ന സൗകര്യങ്ങൾക്ക് കമ്പനികൾ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. ഇവിടെയാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് മേഖലയുടെ പ്രാധാന്യം. വിമാനത്തിനകത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ളവയുടെ ഉത്തരവാദിത്വം ഫ്ലൈറ്റ് കാറ്ററേഴ്സിനാണ്. തൊഴിലിന്റെ കാര്യത്തിലും ഫ്ലൈറ്റ് കാറ്ററിംഗ് മേഖല അനന്ത സാധ്യതകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. നാമെല്ലാം വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരാകാം. വിമാനത്തിനകത്തെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ടാകാം. സെർവ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുമുണ്ടാകാം. എന്നാൽ എത്രത്തോളം നൂലാമാലകളാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് മേഖലയിലുള്ളതെന്ന് ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ, ഇതിൽ തകർന്നു പോകാവുന്നതാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് എന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. ശ്രദ്ധയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ 101% പൂർണ്ണത അത്യാവശ്യമാണ് ഈ മേഖലയിൽ, അതും സമയനിബന്ധനയിൽ വിട്ടുവീഴ്ചയില്ലാതെ. അസംസ്കൃത വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ പാക്ക് ചെയ്ത് വിമാനത്തിലെത്തിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളിലെ ചിട്ടയും കൃത്യതയുമാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ബിസിനസിൻ്റെ അടിസ്ഥാനം. ഏതു സമയത്തും ലഭിക്കാവുന്ന ഓർഡറുകൾക്കനുസരിച്ച് സജ്ജീകരിച്ച സ്റ്റോർ റൂമിൽ തുടങ്ങുന്നു ഫ്ലൈറ്റ് കാറ്ററിംഗിൻ്റെ ആദ്യപടി. ബാക്ടീരിയ വിമുക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ഏറെ മുതൽ മുടക്ക് ആവശ്യമാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും വ്യത്യസ്തമായി വിവിധ രുചിഭേദങ്ങളുടെ ഒരു കൂട്ടാണ് ഫ്ലൈറ്റ് കാറ്ററേഴ്സിന് അവതരിപ്പിക്കേണ്ടി വരിക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള യാത്രക്കാരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഈ രുചിക്കൂട്ട് സ്വായത്തമാക്കണം. ഓരോ യാത്രയ്ക്കും ഓരോ വിഭവങ്ങൾ, യാത്ര ചെയ്യുന്ന ആളുകളുടെ പൊതു സ്വഭാവം എന്നീ കാര്യങ്ങൾ പരിഗണിക്കണം. വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ പണിയാണ്. നിശ്ചിത എയർലൈനുമായി ചർച്ച ചെയ്താണ് വിഭവങ്ങളെക്കുറിച്ചുള്ള ധാരണയിലെത്തുന്നത്. ഇൻ ദ റെസ്റ്റോറൻറ്റിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടേസ്റ്റ് ഓഫ് ദി പേഴ്സൺ ഹൂസ് ഈറ്റിംഗ് ഇറ്റ്, നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. മസാല ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെസ് സാൾട്ട്, പെപ്പർ, വിച്ച് എവർ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ, ഫ്രൈ, ഗ്രിൽ, തോയിങ്, ഏത് ടൈപ്പിലുള്ള പ്രിപ്പറേഷൻസ് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. പക്ഷേ എയർലൈൻ കാറ്ററിങ്ങിൽ ആ ഒരു സ്കോപ്പില്ല. ഒരു മേജർ ത്രെട്ട് എന്ന് പറയുന്നത് ക്ലയൻറ്റേൽ ഈസ് ലിമിറ്റഡ്. ഒരു 5-6 ക്ലയൻറ്റുകൾ, ചിലപ്പോൾ 5-10. ക്യാബ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കസ്റ്റമറാണുള്ളത്. ഞങ്ങൾ 10 എയർലൈൻസിന് കാറ്റർ ചെയ്യുന്നുണ്ട്. ആ 10 കസ്റ്റമറിൽ അതിൽ ഒരു കസ്റ്റമർ ഒരു പക്ഷേ മാറിക്കഴിഞ്ഞാൽ 50% ബിസിനസ് പോലും പോകാം. അപ്പോൾ അതൊരു മേജർ ഒരു ത്രെട്ടാണ്, ഒരു ചലഞ്ചാണ്. പിന്നെ മെയിൻറ്റെയിനിങ് ക്വാളിറ്റി, ഈ റോ മെറ്റീരിയൽ പ്രൈസിൻ്റെ ഷൂട്ടപ്പിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ചലഞ്ചാണ്. എംപ്ലോയീസിനെ, സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വേറൊരു ചലഞ്ചാണ്. ദെയർ ആർ സോ മെനി ലൈക്ക് ദാറ്റ്. വിമാനം പുറപ്പെടുന്നതിനോ ലാൻഡ് ചെയ്യുന്നതിനോ 8 മണിക്കൂർ മുൻപാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് 1 വർഷം വരെ ഷെൽഫ് ലൈഫ് ഉണ്ടാകും. ഗുണനിലവാരം കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഒരു വലിയ വെല്ലുവിളി. ഇതിനാൽ വൻ മുതൽ മുടക്കാണ് വേണ്ടിവരിക. ബാക്ടീരിയ വിമുക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് റെഫ്രിജറേഷൻ ആവശ്യമാണ്. 1 ടൺ ശീതീകരണത്തിന് 15,000 രൂപ എന്ന നിരക്കിലാണ് ഇതിനു മാത്രം ആവശ്യമുള്ള മുതൽ മുടക്ക്. ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്കാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് എ സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ് ഓൺ ടോപ്പ്. പിന്നെ അതിനൊരു റിക്കവറിക്കുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഫുഡായിരിക്കണം. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു അലാക്കാട്ട് ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് വി വിൽ ഗെറ്റ് ദ റെസ്പോൺസ്, കഴിച്ച് നല്ലതാണോ ചീത്തയാണോ എന്നറിയാനുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്കില്ല. സോ വി ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് ദ ഫേസ് ഓഫ് ദ പാസഞ്ചർ ആൻഡ് കുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു എലമെൻറ്റ് ഓഫ് ആൻറ്റിസിപ്പേഷൻ റിക്വയർഡാണ്. ഇപ്പോൾ യൂറോപ്പിൽ പോലും ഈ കുക്ക്, ചിൽ ആൻഡ് റീജനറേറ്റ് എന്നുള്ള
ആ സ്കീം, ആ പോളിസി അവരത് ഉപയോഗിക്കുന്നുണ്ട്, വളരെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം സേഫ്റ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 80-85 നമ്മൾ അല്ലെങ്കിൽ 70-80 നമ്മൾ കുക്ക് ചെയ്യുന്നൊരു സാധനം വിതിൻ 90 അല്ലെങ്കിൽ 120 മിനിറ്റ്സിൽ അതിനെ +4 കൊണ്ടുവന്നിട്ട് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒഴിവാക്കിയിട്ട് പാക്ക് ചെയ്ത് വീണ്ടും ഫ്രീസറിൽ വയ്ക്കുന്നു. അപ്പോൾ അത് സേഫായി, അതിനെ ഒരിക്കലും ബാക്ടീരിയ അഫക്റ്റഡ് ആകുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സേഫാണ്. അത് ഗ്യാരണ്ടീഡാണ് സേഫ്റ്റി. രാജ്യത്ത് 15,000 പേർക്കാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് മേഖല പ്രത്യക്ഷമായി തൊഴിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പരോക്ഷമായി ഇതിലും എത്രയോ ഇരട്ടി. തൊഴിൽ സാധ്യതകൾ ഇനിയും ഏറെ വർദ്ധിക്കുമെന്ന് വ്യോമയാന രംഗത്തുള്ളവർ പറയുന്നു. മെച്ചപ്പെട്ട ശമ്പളവും സൗകര്യങ്ങളുമാണ് ഫ്ലൈറ്റ് കാറ്ററിംഗ് രംഗം തൊഴിലാളികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഫ്ലൈറ്റ് കാറ്ററിംഗിൽ ഇക്കൊല്ലം പ്രതീക്ഷിക്കുന്നത് 20% വരെ വളർച്ചയാണ്. ഇത് തൊഴിലവസരങ്ങൾ ഇനിയും വർദ്ധിക്കാൻ ഇടയാക്കും. കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കാറ്ററിംഗ് രംഗത്തെത്തിയ കമ്പനികളിൽ പ്രമുഖരാണ് കാപ്സ് അഥവാ കാസിനോ എയർ കേറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസ്. കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റ് കാറ്ററിംഗിന്റെ 85% കാപ്സിന് അവകാശപ്പെട്ടതാണ്. തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളിൽ നാടൻ വിഭവങ്ങൾ പരീക്ഷിക്കുന്നത് കാപ്സിനെ മറ്റ് ഫ്ലൈറ്റ് കാറ്ററിംഗുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. ടൂറിസം രംഗത്തെ പ്രമുഖരായ കസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ എയർ കേറ്ററിംഗ് വിഭാഗമാണ് കാപ്സ്. കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റ് കേറ്ററിംഗിന്റെ 85% കാപ്സിന് സ്വന്തം. കൊച്ചിക്കും കോഴിക്കോടിനും പുറമെ ചെന്നൈയിലും കാപ്സിന് യൂണിറ്റുണ്ട്. പ്രതിദിനം 6000 മീൽസാണ് കാപ്സ് ഇപ്പോൾ നൽകുന്നത്. ഇത് എത്രയോ ഇരട്ടിയാക്കാനുള്ള ശേഷിയിലാണ് വിവിധ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഹോട്ടൽ ടൂറിസം രംഗത്തെ 40 വർഷത്തിലേറെയുള്ള അനുഭവ സമ്പത്താണ് കാപ്സിനെ മറ്റ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഒരു കോർ വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൊമോട്ടിംഗ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി ഈസ് വൺ, എൻവയറമെൻറ്റ് ഈസ് അനദർ, ആൻഡ് പീപ്പിൾ ദി മാനേജ്മെൻറ്റ് ഈസ് സോ പർട്ടിക്കുലർ അബൌട്ട് ദി പീപ്പിൾ, ഡെവലപ്പിംഗ് ദ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ CGHൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എൻഗേജിങ് എക്സ്പീരിയൻസ് വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഏത് സ്ഥലത്താണോ CGH ലൊക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തെ ആളുകളുമായിട്ടുള്ള ആ ഒരു എൻഗേജിങ് ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും എയർ കേറ്ററിംഗിൽ അത് പറ്റില്ല, കോർ വാല്യൂസായിട്ട് ക്ലാഷ് ആവും. ബിക്കോസ് ദ ഹോട്ടൽസ് ഓൾവേസ് സേസ് നോ ടു പ്ലാസ്റ്റിക് ആൻഡ് വി ഹാവ് ടു ടേക്ക് പ്ലാസ്റ്റിക്. അപ്പോൾ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. എങ്കിൽ പോലും ഇൻ അതർ ഏരിയ നമ്മൾ ആസ് ഫാർ ആസ് പോസിബിൾ വി ഹാവ് ട്രൈ ടു കവർ ഇറ്റ്. നിലവിൽ ഇന്ത്യൻ എയർലൈൻസ്, എത്തിഹാദ്, ബഹറിൻ എയർ തുടങ്ങിയ 11 കമ്പനികൾക്കാണ് കാബ്സ് ഫ്ലൈറ്റ് കേറ്ററിംഗ് സേവനങ്ങൾ നൽകുന്നത്. സമീപഭാവിയിൽ കൂടുതൽ എയർലൈനുകൾക്ക് സേവനം നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ് കാബ്സ്. വിഭവങ്ങളിൽ നാടൻ തനിമ പരീക്ഷിക്കുന്നത് കാബ്സിനെ മറ്റ് ഫ്ലൈറ്റ് കേറ്ററിംഗ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോക്കൽ ഫ്ലെയറിനാണ്, ലോക്കൽ ഫുഡിനാണ്. കാരണം അവർ പീപ്പിൾ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് ആൻഡ് വി വാണ്ട് ടു പ്രൊമോട്ട് ഇറ്റ്. ഇപ്പോൾ ഏതെങ്കിലും എയർലൈൻസ്, ഫോറിൻ എയർലൈൻസ് വരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ എടുത്ത് റെക്കമെൻഡ് ചെയ്ത് അവർ traditional foods try to give it. For example, Jet Airways when they started to Cochin, we are the first one to serve fish curry rice on board, and that has become a big hit. And today almost all airlines are following that. അപ്പോൾ അത്രയ്ക്കും അതുപോലെ ഒരു ട്രെൻഡ് സെറ്റിംഗ് പാറ്റേണിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാപ്സിന് കഴിഞ്ഞിട്ടുണ്ട്.
1967 കാസിനോ ഗ്രൂപ്പ് ക്യാബ്സ് സ്ഥാപിക്കുന്നത്. 56,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊച്ചി യൂണിറ്റിൽ മാത്രം 200 ജീവനക്കാരുണ്ട്. ഇവിടെ പ്രതിദിനം 20,000 മീൽസ് വരെ വിതരണം ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്.